this class we will discuss some problems to discuss the convergence of a power series. The question is, for what values of x do the following power series converge? The series is sigma n equal to 1 to infinity n factorial into x raised to n. The given power series is sigma n equal to 1 to infinity n factorial into x raised to n, where an equal to n factorial and an plus 1 equal to n plus 1 factorial. ഇനി നമ്മൾ എന്ത് ചെയ്യുക? an plus 1-ൻ്റെയും എൻ്റെ റേഷ്യോ എടുത്ത് അതിൻ്റെ മോഡുലസിൻ്റെ ലിമിറ്റ് കാണും. ദാറ്റ് therefore limit n tends to infinity mod an plus 1 by an, which is equal to limit n tends to infinity n plus 1 factorial divided by n factorial. അല്ലേ? അപ്പോൾ n plus 1 factorial divided by n factorial നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം. എന്ന് വെച്ചാൽ n plus 1 factorial നമുക്ക് എങ്ങനെ എഴുതാം? n factorial into n plus 1 എഴുതാം, അല്ലേ? ഡിവൈഡഡ് ബൈ n factorial. n factorial n factorial കട്ട് ബാക്കി n plus 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ n tends to infinity n plus 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടും, അല്ലേ? അപ്പോൾ ദസ് l ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടി. l ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടിയാൽ r എന്താ? സോ r ഈക്വൽ ടു 1 by infinity which is equal to 0 എന്ന് കിട്ടും. l ഇൻഫിനിറ്റി ആണെങ്കിൽ r 0 കിട്ടും. അപ്പോൾ hence by ratio test for power series, the given power series diverges എപ്പോഴാണ് ഡൈവേർജ് ആവുക? ഡൈവേർജസ് ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ഡൈവേർജസ് കിട്ടി. ഇനി നമുക്ക് എന്താ പറയാം? വെൻ എക്സ് ഈക്വൽ ടു 0യിൽ എക്സ് ഈക്വൽ ടു 0 ഈ ഗിവൺ പവർ സീരീസിന്റെ എല്ലാ ടൈമും എന്തായി മാറും? എക്സ് 0 ആണെങ്കിൽ എല്ലാ പവർ സീരീസിന്റെ എല്ലാ ടൈമും 0 ആയി മാറും, അല്ലേ? All the terms of the given series is 0. All the terms of the given series is 0. അപ്പോൾ നമുക്ക് എന്താ പറയാം? എല്ലാ ടൈമും 0 ആണെങ്കിൽ ആ 0യിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് അർത്ഥം, അല്ലേ? അപ്പോൾ ഹെൻസ് ഇറ്റ് കൺവേർജ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0യിൽ മാത്രം കൺവേർജ് ആവും, ബാക്കിയുള്ളടത്തൊക്കെ ഡൈവേർജ് ആവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാം. ദസ് ദ ഗിവൺ സീരീസ് diverges for all values of x except x equal to 0. x equal to 0 ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും നമ്മുടെ ഗിവൻ സീരീസ് എന്താണ്? ഡൈവേർജസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽ എന്ന് പറഞ്ഞ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ നമ്മുടെ സീരീസ് മൊത്തം 0 ആവുന്നത് കൊണ്ടാണ്. എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ സീരീസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമ്മളൊരു റിമാർക്കാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ പവർ സീരീസ് ഓഫ് ദ ഫോം സിഗ്മ n equal to 0 to infinity an into x minus x naught all power n can also be treated in the same way as the power series sigma n equal to 0 to infinity an x raised to n when x not equal to 0, because sigma n equal to 0 to infinity an into x minus x naught all raised to n may be written as sigma n equal to 0 to infinity an w raised to n, where w equal to x minus x naught. അപ്പോൾ നമുക്ക് ഈ സിഗ്മ n equal to 0 to infinity an into x minus x naught all power n എന്ന് പറഞ്ഞാൽ
ആ പവർ സീരീസിനെ നമുക്ക് ഇതുപോലെ ട്രീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ സിഗ്മ n equal to 0 to infinity an x raised to n ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതില് x0 0 ആണെങ്കിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ x മൈനസ് x0 നമ്മൾ w എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ പവർ സീരീസിന്റെ കൺവേർജൻസ് നോക്കിയാൽ മതി അല്ലെ. ഈ പവർ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അവസാനം w എന്ന് പറയുന്നത് x മൈനസ് x0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോവിങ് പവർ സീരീസ്. 3 പവർ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിഗ്മ n equal to 0 to infinity 4 raised to n divided by root 2n plus 5 into x plus 5 power n. Second one, sigma n equal to 0 to infinity minus 1 raised to n by n factorial into x minus 1 raised to n. Third one, 1 minus x minus 3 by 3 plus x minus 3 square by 3 square minus x minus 3 cube by 3 cube plus etc. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ സീരീസിന്റെ പവർ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തെ സീരീസ് എടുക്കുക, അതിന്റെ കൺവേർജൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പവർ സീരീസിൽ ഇതാണ് നമ്മുടെ പവർ സീരീസ്. അപ്പൊ അതിൽ a n എന്ന് പറയുന്നത് എന്താണ്? ഹിയർ a n equal to 4 raised to n by root 2n plus 5 ആണ് അല്ലെ. അതാണ് a n എന്ന് പറയുന്നത്. ഇനി നമുക്ക് a n plus 1 കൂടെ കാണാം. ആൻഡ് a n plus 1 equal to എന്ത് കിട്ടും? 4 raised to n plus 1 by root 2 into n plus 1 plus 5 which is equal to 4 raised to n plus 1 by ഉള്ളിലുള്ള മൾട്ടിപ്ലൈയർ 2n plus 2 വരും. ആ 2ന്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2n plus 7 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റേഷ്യോ എടുക്കുക. 4 raised to an plus 1ന്റെ ന്റെ റേഷ്യോ എടുത്ത് ലിമിറ്റ് ചെയ്യണം. അപ്പൊ ലിമിറ്റ് n tends to infinity mod an plus 1 by an is equal to limit n tends to infinity 4 raised to n plus 1 root 2n plus 5 divided by 4 raised to n root 2n plus 7. അപ്പൊ നമുക്ക് ഇതിൽ ഏതാ കട്ട് ചെയ്യാൻ പറ്റുന്നത്? 4 പവർ n പ്ലസ് 1 ഇവിടെ ഉണ്ട്, 4 പവർ n ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 4 റൈസ് ടു n രണ്ടിൽ നിന്ന് കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? മുകളിൽ ഒരു 4 ഉണ്ടാവും. ഇനി നമ്മൾ അതുപോലെ റൂട്ട് n എന്ന് പറയുന്നതിൽ നിന്ന് പുറത്തെടുക്കാം. റൂട്ട് n എന്ന് പറയുന്നത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി മുകളിൽ നിന്ന് താഴെ നിന്നും പുറത്തെടുക്കാം. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മുകളിൽ നിന്ന് താഴെ പുറത്തെടുത്താൽ അത് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉണ്ടാവുക? റൂട്ട് 2 plus 5 by n divided by root 2 plus 7 by n. ഒരു 4 കൂടെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ n ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി. ബാക്കി എന്താ ഉള്ളത്? ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആയതുകൊണ്ട് റൂട്ട് 2/2 എന്ന് ഒരുമിച്ചെടുക്കാം. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. അപ്പൊ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എത്ര കിട്ടി? 4 into 1 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ലിമിറ്റ് മോഡ് an plus 1 by a എന്ന് പറഞ്ഞതിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇപ്പൊ കിട്ടിയ നമ്പർ എന്താണ്? L ആണ് അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ കിട്ടിയത്. അപ്പൊ നമുക്ക് R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ L ഈക്വൽ ടു ഹിയർ L ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ R എന്ന് പറയുന്നത് 1/4 അല്ലെ. 1/L which is equal to 1/4 എന്ന് കിട്ടി. ഇനി ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ്, ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ്
4 power series, the given series converges absolutely എപ്പോഴാണ് absolutely converges ആയതുകൊണ്ട് converges ആണ്, and hence converges if ഇവിടെ എക്സ് അല്ല നമുക്കുള്ളത് x+5 ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ x+5 മോഡ് x+5 എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. എക്സിന് പകരം നമുക്ക് അവിടെ x+5 ആണ്. x - x0 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കുന്നത്. അപ്പൊ x+5 ഗ്രേറ്റർ ദാൻ r എന്ന് പറഞ്ഞ ഇവിടെ 1/4. അപ്പൊ ഇവിടെ കൺവേർജസ് ആയിരിക്കുന്ന പറഞ്ഞത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഇഫ് മോഡ് x+5 ഗ്രേറ്റർ ദാൻ 1/4, സോറി ലെസ് ദാൻ 1/4 ആണ്. കൺവേർജസ് ആവുന്നത് ലെസ് ദാൻ അല്ലേ. അപ്പോ ലെസ് ദാൻ 1/4 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? -1/4 ലെസ് ദാൻ x+5 ലെസ് ദാൻ 1/4. ദാറ്റ് ഈസ് ഇഫ് നമുക്ക് ഇവിടെ x മാത്രം ആക്കണം. അപ്പോൾ x ഒഴികെ ബാക്കിയുള്ള നമ്പർ രണ്ട് സൈഡിലും -5 കൊണ്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? -5 - 1/4 ലെസ് ദാൻ x ലെസ് ദാൻ -5 + 1/4. അപ്പൊ ഇത് ആഡ് ചെയ്ത് നമ്പേഴ്സ് എഴുതാം. അപ്പൊ എക്സിന്റെ റേഞ്ച് നമുക്ക് കിട്ടും. എവിടെയാണ് കൺവേർജ് ആവുന്ന എക്സ് വാല്യൂ കിട്ടും. അപ്പൊ ദാറ്റ് ഈസ് ഇഫ് -5 × 4 20 -20 -1 എന്ന് പറയുമ്പോൾ -21/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -5 × 4 -20 + 1 എന്ന് പറയുമ്പോൾ -90/4 അല്ലെ. അപ്പൊ ഇതാണ് ഈ റേഞ്ചിലാണ് എക്സ്, ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ കൺവേർജസ് ആണ്. ആൻഡ് ഡൈവേർജസ് ബാക്കിയുള്ള കേസിൽ ഡൈവേർജസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ ഡൈവേർജസ് ആയിരിക്കും. ഡൈവേർജസ് ഇഫ് മോഡ് x+5 ഗ്രേറ്റർ ദാൻ 1/4. ഇനി ഈ വാല്യൂല് ഈ രണ്ട് വാല്യൂവിലും എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അതൊന്നും നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ x = -2/4 x = -90/4 എന്താന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ when x = -21/4 സീരീസ് ബിക്കം എങ്ങനെയാവും? സീരീസിൽ എക്സിന് പകരം -21/4 കൊടുക്കാം. which is equal to sigma n = 0 to infinity 4n/√2n + 5. ഇനി എക്സിന് പകരം -21/4 + 5 ഹോൾ പവർ n. x+5 ഹോൾ പവർ n അല്ലേ. എക്സിന് പകരം -21/4 കൊടുത്തു. ഇനി അത് സിംപ്ലിഫൈ ചെയ്യുക. sigma n = 0 to infinity 4n/√2n + 5. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -21 + 5 × 4 20. -21 + 20 എന്ന് പറയുമ്പോൾ -1 വരും. -1/4 പവർ n അല്ലേ. അപ്പൊ ഇവിടെ ഈ -1 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 പവർ n ഡിവൈഡഡ് ബൈ 4 പവർ n എന്ന് എഴുതാലോ. -1 പവർ n ഡിവൈഡഡ് ബൈ 4 പവർ n എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതിലൊരു 4 പവർ n-ഉം ഈ 4 പവർ n-ഉം കട്ട് ചെയ്തു. നമ്മുടെ സീരീസ് ഇത്രയും സിമ്പിൾ ആയി മാറി. sigma n = 0 to infinity -1 പവർ n/√2n + 5 എന്നായി. ഇനി നമുക്ക് ഈ സീരീസിന്റെ കൺവേർജൻസ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സീരീസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ശരിയായി. പിന്നെ ഈ സീരീസ് ഡിക്രീസിങ് ആണ് അല്ലെ. ഡിക്രീസിങ് സീരീസ് ആണ്. ഡിക്രീസിങ് ആണ്. അത് എങ്ങോട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? 0യിലേക്ക് തന്നെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഹെൻസ് അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. The terms of the above series are alternatively positive and negative, the terms are decreasing in absolute value, and the nth term tends to 0. Hence the above series is an alternating series. But there are alternating series ആണ്. Alternating series ആയിട്ട് നമുക്ക് എന്ത് പറയാം? കൺവേർജൻസ് ആയിരിക്കും അല്ലേ.
and hence it converges. അപ്പോൾ എക്സ് ഈക്വൽ ടു -21/4 കൺവേർജസ് ആണ്. ഇനി -19/4 ചെക്ക് ചെയ്യണം. അടുത്ത കേസ് when x equal to -19/4. അപ്പോൾ നമ്മുടെ സീരീസ് ബിക്കം സിഗ്മ n equal to 0 to infinity 4n/√2n plus 5 into x plus 5 ആണ്. x എന്ന് പറയുന്നത് -19/4 കൊടുത്തു. x plus 5 all raised to n. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ n equal to 0 to infinity 4n/√2n plus 5. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് -19 + 20 വരും അല്ലേ. -19 + 20 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ 1 പവർ n എന്ന് പറഞ്ഞാൽ അല്ലേ 1/4 പവർ n വരിക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പവർ n/4 പവർ n. 1 പവർ n എന്താ 1 തന്നെയാണ്. അപ്പോൾ 1/4 പവർ n കിട്ടി. ഈ 4 പവർ n ഉം 4 പവർ n ഉം കട്ട് ചെയ്തു. സീരീസ് എന്തായി മാറി? which is equal to sigma n equal to 0 to infinity 1/√2n plus 5. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇത് കൺവേർജസ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ല. ആ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് എടുക്കാം. 1/√2n plus 5. അതിൻ്റെ ഡിഗ്രി എത്രയാ? ഡിനോമിനേറ്ററിലുള്ള റൂട്ട് ആണ് അല്ലേ. അപ്പോൾ 1/2 ആണ് ഡിഗ്രി. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള സീക്വൻസിനെ ഞാൻ 1/√10 എന്ന് എടുത്തു. ടേക്ക് wn equal to 1/√10. then limit n tends to infinity un, ഇത് un ആയിട്ട് എടുത്തു കേട്ടോ. and let un equal to 1/√2n plus 5. nth ടൈമിനെ നമ്മൾ un ആയിട്ട് എടുത്തു. അപ്പോൾ un/wn എന്ന് പറയുന്നത് എന്ത് വരും? ലിമിറ്റ് n tends to infinity 1/√2n plus 5 ഡിവൈഡഡ് ബൈ 1/√10. ആ √10 നമുക്ക് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ √10 കോമൺ ആയിട്ട് എടുക്കുക. √10 കോമൺ ആയിട്ട് എടുത്താൽ മുകളിലും താഴെ √10 കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയാം. √10 എടുത്ത് കഴിഞ്ഞാൽ 1/√2 plus 5/n ഇവിടെ ഉണ്ടാവുള്ളൂ. √10 കട്ട് ചെയ്തു. n tends to infinity 5/n 0 ആവും. അപ്പോൾ ഇതെന്താവും? ഇത് 0 ആയി കഴിഞ്ഞാൽ ബാക്കി 1/√2 ഉണ്ടാവും. 1/√2 എന്ന് പറയുന്നത് which is greater than 0 ആണ് അല്ലേ. അപ്പോൾ ഈ റേഷ്യോ greater than 0 ആണ്. അത് മാത്രമല്ല നമ്മൾ കമ്പയർ ചെയ്യാൻ എടുത്ത ആ സീരീസ് എന്താന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സീരീസ് ഓൾസോ sigma n equal to 1 to infinity wn equal to sigma n equal to 1 to infinity 1/√10 എന്ന് വെച്ചാൽ അതിനെങ്ങനെ എഴുതാം? 1/n⁻1/2 അല്ല. ഇതൊരു പവർ സീരീസ് ആണ്. പവർ സീരീസ് ആണ്. പി എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയേക്കുന്നത്? ബീയിങ് എ പി സീരീസ് ആണ്. പവർ സീരീസ് അല്ല. ഞാൻ പി എന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയത്. ബീയിങ് എ പി സീരീസ് വിത്ത് പി എന്ന് പറയുന്നത് 1/2 which is less than 1 ആണ്. അതുകൊണ്ട് എന്ത് പറയാം? which is convergent അല്ല, divergent ആണ്. is divergent. അതുകൊണ്ട് നമുക്ക് ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, ഹെൻസ് ബൈ റേഷ്യോ
comparison test, the above series എന്താവും? ഈ സീരീസ് ഡൈവേർജന്റ് ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള സീരീസ് എന്ന് പറയുന്നതും ഡൈവേർജന്റ് ആയിരിക്കും. അബോവ് സീരീസ് രണ്ടും ഒരുമിച്ച് കൺവേർജ് ചെയ്യും ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഇത് ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സീരീസും above series അതേതാ? that is diverges. The above series diverges. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? x = -9/4 ഗിവൺ പവർ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാല് എവിടേക്കാ കൺവേർജ് ആവുന്നത്, ഡൈവേർജ് ആവുന്നത് പവർ സീരീസ്? നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ദസ് സിഗ്മ n = 0 to infinity an into x + 5 all raised to n. ഞാൻ a എന്ന് എടുത്തോട്ടോ അങ്ങനെ. കൺവേർജസ് for -21/4 less than or equal to x less than -19/4. അപ്പൊ ഇവിടെ -19/4 ഡൈവേർജസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈക്വൽ ഇട്ടില്ല. ഇവിടെ -21/4 കൺവേർജന്റ് ആയതുകൊണ്ട് ഈക്വൽ ടു ഇട്ടു. ആൻഡ് ഡൈവേർജസ് എൽസ്വർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഇതില് x + 5 വന്നതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വന്നോ? നമ്മൾ സെയിം റിസൾട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് ആ സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെറ്റ് ദ ഗിവൺ പവർ സീരീസ് ബി സിഗ്മ n = 0 to infinity an into x - 1 all power n ആണ്. അപ്പൊ ഹിയർ an = an എന്തായിരുന്നു? നമ്മൾ ആ സീരീസിനെ ഞാൻ an ആക്കി എഴുതിയതാണ്. അപ്പൊ an എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള സീരീസിൽ 1/n ഫാക്ടോറിയൽ ആയിരുന്നു. ആൻഡ് an + 1 എന്ന് പറയുന്നത് എന്തോരും? 1/n + 1 ഫാക്ടോറിയൽ. ഇനി നമ്മൾ റേഷ്യോന്റെ ലിമിറ്റ് എടുക്കാം. therefore ലിമിറ്റ് n tends to infinity mod an + 1/an which is equal to limit n tends to infinity n factorial by n + 1 factorial. എന്ത് വരും? n ഫാക്ടോറിയലും കട്ടാക്കിയ ബാക്കി n + 1 ഉണ്ടാവുള്ളൂ താഴെ. ലിമിറ്റ് n tends to infinity n factorial by ഇതിനെ n factorial into n + 1 എഴുതാം അല്ലെ. അപ്പൊ n ഫാക്ടോറിയലും കട്ടായി മാത്രമേ ഉള്ളൂ. ഇനി n ന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ എന്ത് വരും? n ന് ഇൻഫിനിറ്റി കൊടുത്താൽ 1/∞ വരും which is equal to 0. അപ്പോൾ ഹിയർ L = 0 and so R = 1/L എന്ത് വരും? 1/0 ഇൻഫിനിറ്റി. അപ്പൊ R ഇൻഫിനിറ്റി ആണ്. അപ്പം നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഓഫ് പവർ സീരീസ് വെച്ച് എന്ത് പറയാം? പവർ സീരീസ് converges absolutely and hence converges for all mod x - 1 less than infinity. എല്ലാ വാല്യൂസ് ഓഫ് എക്സിനും കൺവേർജസ് ആയിരിക്കും എന്ന് പറയാം നമുക്ക് അല്ലെ. ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് for power series the given power series converges absolutely കൺവേർജന്റ് ആയതുകൊണ്ട് നമുക്ക് കൺവേർജസ് എന്ന് പറയാം. ആൻഡ് ഹെൻസ് കൺവേർജസ് ഫോർ ഓൾ mod x - 1 less than infinity എന്ന് വെച്ചാൽ എക്സ് ഇൻഫിനിറ്റിയേക്കാൾ ചെറുതാവുന്ന എന്ന് വെച്ചാൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയാം. ദസ് ദ ഗിവൺ പവർ സീരീസ് converges for all x
അപ്പോൾ ഈ പവർ സീരീസ് എല്ലാ എക്സിനും കൺവേർജൻ്റ് ആണെന്ന് പറയും. ഡൈവേർജൻസ് ആയിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല. കാരണം നമുക്കിവിടെ ആർ എന്ന് പറഞ്ഞ ഇൻഫിനിറ്റി കിട്ടിയ കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എന്നാണ് അതിനർത്ഥം. ഇത്രയേ ഉള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മോഡൽ, അത്രയും ഡിഫിക്കൽട്ട് ഒന്നുമില്ല ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ മോഡൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം.